യമനിലേക്ക് പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് ഇസ്രായേൽ. യമനിൽ കഴിഞ്ഞ രാത്രി നടത്തിയ അതിമാരകമായ ആക്രമണത്തിന്റെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഇനി തുറന്ന യുദ്ധമാണ് യമനിലെ ഹൂതികളുമായി ഇസ്രായേൽ നടത്തുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയതുപോലെ ഗാസയിൽ ഹമാസിനെതിരെ നടത്തിയതുപോലെയുള്ള വമ്പൻ യുദ്ധം, അതിനു മുന്നോടിയായുള്ള വമ്പൻ എയർ സ്ട്രൈക്കാണ് കഴിഞ്ഞ ദിവസം യമനിലേക്ക് ഇസ്രായേൽ നടത്തിയത്. നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകൾ, ചാരവിമാനങ്ങളെല്ലാം ഈ ആക്രമണത്തിൽ പങ്കെടുത്തു. യമനിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പവർ പോയിന്റുകൾ, അതുപോലെ തന്നെ ഊർജ സംഭരണ കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ഇസ്രായേൽ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ സംബന്ധിച്ച് യമന്റെ പ്രാദേശിക മാധ്യമങ്ങൾ വാർത്തകൾ നൽകി തുടങ്ങിയിരിക്കുന്നു. യമനിൽ ഹൂതികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ കത്തിച്ചാരമായിരിക്കുന്നു. അർദ്ധരാത്രിയിലും നിരവധി സ്ഫോടന ശബ്ദങ്ങൾ യമനിലെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തലസ്ഥാനമായ സനയിലും സമീപ പട്ടണങ്ങളിലും കേട്ടതായി പ്രദേശവാസികൾ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. ഗാസയിൽ ഹമാസിനെ തീർത്തത് എങ്ങനെയാണോ, ഹിസ്ബുള്ളയെ ലെബനനിൽ തീർത്തത് എങ്ങനെയാണോ, അങ്ങനെ ഹൂതികളെ യമനിലിട്ട് തീർക്കാനുള്ള വമ്പൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഒരു ഘോര യുദ്ധത്തിലേക്ക് ഇസ്രായേലും യമനും പോവുകയാണ്. യമനിലെ ഹൂതികളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പലതവണ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട്, ഹിസ്ബുള്ളയെ പിന്തുണച്ചുകൊണ്ട് ഹൂതികൾ ഇസ്രായേലിനെ പരോക്ഷമായി, ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു. ഇറാന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇറാനിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുടെ കരുത്തിലായിരുന്നു ഹൂതികളുടെ ഇസ്രായേൽ ആക്രമണം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 5 തവണയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് മാരകമായ പ്രഹരശേഷിയുള്ള, അതിസ്ഫോടനത്തിന് സാധ്യതയുള്ള, അതിസ്ഫോടനത്തിന് കരുത്തുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന് നേരെ യമൻ ആക്രമണം നടത്തിയത്, യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയത്. അതിനുള്ള പ്രതികാരമായിട്ടാണ് ഒരു മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഹൂതികൾക്കെതിരെ അതിമാരകമായ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. ബുധനാഴ്ച ചേർന്ന ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റാണ് ആക്രമണത്തിനുള്ള അനുമതി നൽകിയത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാനെ കൂടി ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഈ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ, ഇറാനിലെ ആണവ സംഭരണശാലകൾ, ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഇസ്രായേൽ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇറാനിൽ ആക്രമിക്കേണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നു. ഇറാന്റെ മസ്തകം പിളർത്തുന്ന ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേലി സേന. അതിന് തൊട്ട് മുൻപുള്ള അതിൻ്റെ കൗണ്ട് ഡൗൺ ആണ് ഇപ്പോൾ യമനിൽ ഹൂതികൾക്കെതിരെ നടത്തിയിരിക്കുന്നത്. യമനിലെ ഹൂതികൾ ഇറാന്റെ പ്രോക്സികളാണ്. ഇറാൻ ഈ പ്രോക്സികൾ ഉപയോഗിച്ചാണ് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യത്തിന് ആയുധങ്ങളും പണവും നൽകിക്കൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തെ ലോകത്താകെ പരത്തുന്നതും പടർത്തുന്നതും ഇറാനാണെന്ന് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ തീവ്രവാദത്തിൻ്റെ കേന്ദ്രത്തിനെ ആക്രമിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് വെർണിയ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇറാനാണ്. ഇസ്രായേലിനെ എങ്ങനെയും തീർക്കണമെന്നുള്ളതാണ് ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇറാനെ തീർക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതവുമാണ്. അതിൻ്റെ മുന്നോടിയായുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ അർദ്ധരാത്രി യമനിൽ നടത്തിയത് അതിമാരകമായ വ്യോമാക്രമണമായിരുന്നു. ചിന്തിക്കുക, നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത്. 10 കണക്കിന് ബോംബുകളാണ് യമന്റെ വിവിധ പ്രദേശങ്ങളിൽ പതിച്ചത്. ആ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലോകമാകെ വൈറലാവുകയാണ്. ആകാശമുട്ടയിൽ വരുന്ന തീനാളങ്ങൾ, വമ്പൻ പൊട്ടിത്തെറികൾ, വമ്പൻ സ്ഫോടനങ്ങൾ, എന്തിനേറെ പറയുന്നു, സന എന്ന എയർപോർട്ടിനെ പോലും ഛന്ന ഭിന്നമാക്കി കളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. അത്രത്തോളം കരുത്തേറിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇത് യമനിലെ ഹൂതികൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സൂചനയാണ്. കാരണം ഇസ്രായേലി വ്യോമസേനയുടെ കരുത്ത് എന്ത് എന്നുള്ളത് ഇനിയെങ്കിലും ഹൂതികൾ മനസ്സിലാക്കണം. ഇറാൻ നൽകുന്ന 4-5 വെടിക്കോപ്പ് കൊണ്ട് മുട്ടിയാൽ തീരുന്നതല്ല ഇസ്രായേലിൻ്റെ കരുത്ത്. ഇസ്രായേൽ എന്ന രാജ്യം, ആ രാജ്യം അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതുമാത്രവുമല്ല, ഇറാനിലേക്കുള്ള ആക്രമണത്തിൻ്റെ മുൻപുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് ഹൂതികൾക്ക് ഇസ്രായേൽ കാണിച്ചു കൊടുത്തത്. ഇത് ഇറാനും ഒരു പാഠമാകണം. കാരണം ഇസ്രായേലിൻ്റെ വ്യോമക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹൂതികൾക്കോ ഇറാനോ ഒന്നും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് 2 തവണ ഇറാൻ മനസ്സിലാക്കിയതാണ്.
ഒക്ടോബർ മാസം 26-ാം തീയതി അവസാനമായി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന ആ ദിവസമാണ്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ച ഇറാനുള്ള ശക്തമായ മറുപടിയായിരുന്നു ഇറാനിലേക്ക് ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ജോർദാന്റെ വ്യോമപാത വഴി കുതിച്ചെത്തിയ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിൽ നിന്നാണ് ആക്രമണം നടത്തിയത്. ടെഹ്റാനിലെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറി, മിസൈൽ നിർമ്മാണ ഫാക്ടറി, റഷ്യ നൽകിയ S-300 വ്യോമ പ്രതിരോധ സംവിധാനം, ഇതിനെയെല്ലാം ചന്ന ഭിന്നമാക്കി ആക്രമിച്ച് നശിപ്പിച്ചു ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ. അന്നും നൂറുകണക്കിന് ബോംബുകളാണ് ഇറാനിലെ വിവിധ പ്രദേശങ്ങളിലായി ഇസ്രായേൽ വർഷിച്ചത്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ വരുന്നത് തിരിച്ചറിയാൻ പോലും ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നടങ്കം തകർത്തു കളഞ്ഞു അന്ന് ഇസ്രായേൽ സേന. ലോകത്ത് നാണം കെട്ട് തലകുമ്പിട്ടിരിക്കേണ്ട അവസ്ഥയിലായി ഇറാൻ സേന. കാരണം വലിയ വീമ്പാണ് ആയത്തുള്ള അലി ഖമീനിയൊക്കെ അടിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ കരുത്തിനു മുന്നിൽ, സൈനിക ശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അന്ന് നാണം കെട്ടതാണ് ഇറാൻ. അതിന് പിന്നാലെ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ മറ്റ് ഭീകര സംഘടനകളെ കൊണ്ട്, ഇപ്പോൾ ഹൂതികളെ പോലെ, ഹിസ്ബുള്ളയെ പോലെയുള്ള ഭീകര സംഘടനകളെ കൊണ്ട് ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകി, പണം നൽകിക്കൊണ്ട് ഇസ്രായേലിൻ്റെ സ്വൈര്യം കെടുത്തുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിൻ്റെ ഉറവിടത്തിലേക്ക് ആക്രമണം നടത്തണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മൊത്തത്തിലുള്ള ഭരണകൂടത്തിൻ്റെ താല്പര്യം. അതിന് ശക്തമായി വാദിക്കുന്നവരാണ് മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ഒക്കെ തലവന്മാർ. എന്തായാലും ഇറാനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. അതിനു മുമ്പുള്ള ടെസ്റ്റ് ഡോസ് ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഇറാനിൽ ആക്രമിക്കേണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നു. വ്യോമസേന കൃത്യമായ ഇടങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഒരു ഉത്തരവ് മാത്രം മതി. ഇറാൻ്റെ തലയ്ക്ക് മുകളിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പാഞ്ഞെത്തും, കുതിച്ചെത്തും. തുടർന്ന് ഇറാനെ സമ്പൂർണ്ണമായി ആക്രമിച്ച് നശിപ്പിക്കും. ഇറാനിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് കത്തും. മാസങ്ങളോളം ഇറാൻ എന്ന രാജ്യം നിന്ന് കത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. ഹൂതികൾക്കെതിരെ അതിമാരകമായ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. ബുധനാഴ്ച ചേർന്ന ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റാണ് ആക്രമണത്തിനുള്ള അനുമതി നൽകിയത്. ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാനെ കൂടി ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഈ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ, ഇറാനിലെ ആണവ സംഭരണശാലകൾ, ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഇസ്രായേൽ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇറാനിൽ ആക്രമിക്കേണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരിക്കുന്നു. ഇറാൻ്റെ മസ്തകം പിളർത്തുന്ന ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേലി സേന. അതിന് തൊട്ട് മുൻപുള്ള അതിൻ്റെ കൗണ്ട് ഡൗൺ ആണ് ഇപ്പോൾ യമനിൽ ഹൂതികൾക്കെതിരെ നടത്തിയിരിക്കുന്നത്. യമനിലെ ഹൂതികൾ ഇറാൻ്റെ പ്രോക്സികളാണ്. ഇറാൻ ഈ പ്രോക്സികൾ ഉപയോഗിച്ചാണ് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യത്തിന് ആയുധങ്ങളും പണവും നൽകിക്കൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തെ ലോകത്താകെ പരത്തുന്നതും പടർത്തുന്നതും ഇറാനാണെന്ന് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ തീവ്രവാദത്തിൻ്റെ കേന്ദ്രത്തിനെ ആക്രമിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് വെർണിയ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി.